അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ദിമിയുടെ പകരക്കാരനെത്തുന്നു. ഏതാണ്ട് 100 ദിവസങ്ങളോളമായിട്ടുള്ള ഒരു കാത്തിരിപ്പാണ്. കാരണം ദിമിയുടെ താങ്ക് യു പോസ്റ്റ് വന്നിട്ട് അത്രത്തോളം കാലമായിട്ടുണ്ട്. എനിവേ, ഒരു സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറെയാണ് KBFC എത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പം വേരിയസ് മീഡിയസ്, ഇപ്പം സില്ലിസ് ആൻഡ് 90 സ്റ്റോപ്പേജ് ഒക്കെ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് അതൊരു ബ്രേക്ക് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇദ്ദേഹത്തെ പറ്റി നമുക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിലാണ് പറയാനായിട്ട് പോകുന്നത്. ഇദ്ദേഹം ഇവിടെ വന്ന് എങ്ങനെ ഇത് ചെയ്യും, അതിന് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്രീവിയസ് ഒരു കാലയളവ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സ്പാനിഷ് സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള 30-കാരനായിട്ടുള്ള ഒരു പ്ലെയറാണ്. സോ എന്താണെങ്കിലും നമ്മുടെ സെൻട്രൽ ഫോർവേഡിലുള്ള ജോഷുവ ഓർ പെപ്പർ ഇതിലൊരാൾ പോകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മോസ്റ്റ് പ്രോബബിളി സൊട്ടീരോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തെ പറ്റി പറയുമ്പം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചത് ഗ്രീസ് ക്ലബ്ബായിട്ടുള്ള OFI ക്രീറ്റ് FC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീസ് ടോപ്പ് ടയർ ക്ലബ്ബ് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിൽ ഇഞ്ചുറി കാരണം ഒരു മെജോറിറ്റി ഓഫ് മാച്ചസ് കളിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആകപ്പാട് 4 മാച്ചോ മറ്റോ അദ്ദേഹം അവിടെ കളിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ലാസ്റ്റ് സീസണിൽ. അതിൽ 2 മാച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വന്ന് കളിച്ചിട്ടുള്ളത്. ഒരു ഗോളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം സ്പാനിഷ് ക്ലബ്ബായിട്ടുള്ള CD ലെഗനസിൻ്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റാണ്. അവരുടെ ഒരു ഏജ് കാറ്റഗറിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നീട് അവർക്ക് വേണ്ടി B ടീമിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം സ്പെയിനിലെ 3rd and 4th ടയർ, അതായത് ലോവർ ടയറിലൊക്കെയാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വേരിയസ് ക്ലബ്സിൽ അദ്ദേഹം കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ ഒരു സ്പെയിനിലെ അദ്ദേഹത്തിൻ്റെ 4th ടയറിലും 3rd ടയറുമായിട്ടുള്ളൊരു കണക്കുകളൊന്ന് പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 138 മത്സരങ്ങളിൽ നിന്ന് 61 ഗോളാണ്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറായിട്ട്, അല്ലെങ്കിൽ നല്ല നമ്പറായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ മൊത്തത്തിലെ സ്റ്റാറ്റ് നോക്കുമ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കണക്കുകളാണ് പലയിടത്തും പല വെബ്സൈറ്റ്സിലൊക്കെ ആയിട്ട് ഞാൻ കണ്ടത്. ഏതാണ്ട് 237 മത്സരങ്ങളിൽ നിന്ന് 66 ഗോൾ 31 അസിസ്റ്റ് എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നോക്കിയ സമയത്ത് ഈ ചില സീസൺസിൽ അദ്ദേഹത്തിൻ്റെ ഡാറ്റ തന്നെ അതിനകത്ത് കാണാനില്ല. ഞാൻ പിന്നെ വേരിയസ് വെബ്സൈറ്റ്സ് ഇതുമായിട്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കാണാൻ സാധിച്ചത് ഏതാണ്ട് 341 മത്സരങ്ങളിൽ നിന്ന് 115 ഗോളും 26 അസിസ്റ്റുമാണ്. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് എന്നുള്ളത് പറയാം. പിന്നീട് അദ്ദേഹം 2018 പോളിഷ് ക്ലബ്ബായിട്ടുള്ള ഗോർണിച്ച് സാബ്രെ എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നത്. ഈ ക്ലബ്ബിൽ അദ്ദേഹം ഏതാണ്ട് 4 വർഷത്തോളം കളിച്ചിട്ടുണ്ട്. 134 മത്സരങ്ങളിൽ നിന്ന് 43 ഗോളും 25 അസിസ്റ്റുമാണ്. അത് അത്യാവശ്യം നല്ലൊരു നമ്പർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോളണ്ടിലെ കരിയറിലാണ് ഒരു നല്ല രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്പേഴ്സ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ISL കളിച്ചിരുന്ന ഈഗോ അങ്കുളോ ഇദ്ദേഹത്തിൻ്റെ ഒരു ടീമേറ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു ക്ലബ്ബിൽ അവിടെ നിന്നാണ് അദ്ദേഹം ISLലേക്ക് വരുന്നത് 2019-20 സീസണിൽ. അന്ന് അങ്കുളോ ആയിരുന്ന ആ ഒരു ലീഗിലെ ടോപ്പ് സ്കോറായിട്ട് തന്നെ വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അന്ന് അദ്ദേഹം 16 ഗോൾസോ മറ്റോ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു താരം ആ ടീമിൽ തന്നെ 12 ഗോളുകളും അടിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം MLS ക്ലബ്ബായിട്ടുള്ള ടൊറൻറ്റോ FC അദ്ദേഹം ഒരു കൂടുമാറ്റം നടത്തുന്നത്. അവിടെ ഡീസൻ്റ് ആയിട്ടുള്ള നമ്പർ, കാരണം 36 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളും 3 അസിസ്റ്റും എന്നുള്ളതാണ് ഒരു ഹൈ ആയിട്ടുള്ള ഒരു വലിയൊരു നമ്പർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം FC ഡാലസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു MLS ക്ലബ്ബിലേക്ക് അദ്ദേഹം കൂടുമാറുന്നുണ്ട്. 2022-23 സീസണിൽ 23 മത്സരങ്ങൾ ആ സീസണിൽ കളിച്ച് അദ്ദേഹത്തിന് ഒരു ഗോള് പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ ഗ്രീസ് ക്ലബ്ബായിട്ടുള്ള OFI എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബിലേക്ക് അദ്ദേഹം കൂടുമാറ്റം നടത്തുന്നത്. അവിടെ അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ വന്നു. ആകെ 4 മാച്ചേ കളിക്കാൻ പറ്റിയിട്ടുള്ളൂ. 200 മിനിറ്റ് മാത്രമൊക്കെ കളിച്ചിട്ടുള്ളൂ. ആകെ ഒരു ഗോളെ സ്കോർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ സീസണിൽ അദ്ദേഹം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ ആയിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2 മാച്ചസ് കളിച്ചു, സ്കോർ ചെയ്തിട്ടില്ല. ആ 2 മാച്ചിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് വന്ന് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ചിലപ്പം ഇഞ്ചുറി കഴിഞ്ഞൊക്കെ തിരിച്ചു വന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഇപ്പം ഈ സീസൺ ഉൾപ്പെടെ 3 സീസണുകൾ നോക്കുമ്പോൾ 29 മത്സരങ്ങളിൽ നിന്ന് ആകെ അദ്ദേഹം അടിച്ചിട്ടുള്ളത് ഒരു ഗോൾ മാത്രമാണ് എന്നുള്ളതാണ്. അതൊരു നല്ല നമ്പർ അല്ല എന്നുള്ളതാണ്. സോ SD 100 കണക്കിന് പ്രൊഫൈലുകൾ നോക്കിയിട്ട് ഇതിൽ നിന്ന് ഇപ്പം എന്ത് ഫാക്ടേഴ്സ് ആയിരിക്കും അദ്ദേഹം ഇത് ചെയ്തെന്നുള്ളത് നോക്കണം. ഞാൻ അതിലേക്ക് വിശദമായിട്ട് വരാം. സോ ഈ ഒരു പ്ലെയറെ പിക്ക് ചെയ്തത് എന്ന് പറയുന്നത് ഇതിനകത്ത് SD മാസ്റ്റർ ക്ലാസ്സും വേണം നമുക്ക് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ അദ്ദേഹം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാണ്ട് ഓഗസ്റ്റ് 19-24 തീയതികളിലാണ് ഗ്രീസ് ലീഗിൽ 2 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി കളിച്ച് അദ്ദേഹം ഫിറ്റാണോ നോക്കിയിട്ട് ഇരുന്നതായിരിക്കണം. ഞാൻ പറഞ്ഞു, ഇത് പണ്ടൊരു കോമഡി പ്രോഗ്രാമിലൊരു സംഭവം കേട്ടിട്ടുണ്ട്. അതായത് ഒരാൾ തെങ്ങിൽ നിന്ന് വീണിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും
ഡോക്ടർ പറയുന്നത് നേരത്തെ കൊണ്ടുവരുന്ന ആളാണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നത് തെങ്ങിന് വീണ് കിട്ടണ്ടേ പണ്ടാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഇഞ്ചുറിയൊക്കെ മാറിയെന്ന് തിരിച്ചു വരണ്ടേ, എന്നാലേ നമുക്ക്. അപ്പം പുള്ളി നേരത്തെ ട്രേസ് ചെയ്തിരുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. സോ എന്താണെങ്കിലും ഈ താരത്തിൻ്റെ പോളിഷ് ലീഗിലെ ഒരു സ്റ്റാറ്റ് ഭയങ്കര ഇമ്പ്രസീവ് ആണ്. 22 വരെ ഉള്ളത്, 18 മുതൽ 22 വരെയുള്ള ഒരു കാലയളവ്. എന്നാൽ അതിനുശേഷം കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു നമ്പേഴ്സ് വരുന്ന കാര്യത്തിലാണ് എന്നുള്ളതാണ്. അതൊരു കൺസേണിങ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ടും പറയാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് പ്രൊഫൈൽസിൽ നിന്ന് പിക്ക് ചെയ്ത് വരുന്നൊരു പ്ലെയറിൽ അത്രത്തോളം ഒരു ഏത് പ്ലെയർ ആയിരിക്കും, ഏത് പ്രൊഫൈലായിരിക്കും എന്നൊക്കെയുള്ള ആളുകൾ ചിന്തിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഫൈൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണോ ആ പ്ലെയർ എന്നൊക്കെ ഉള്ളത് ഡൗട്ട്ഫുൾ ആയേക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം ദിമിയുടെ കാര്യം എടുത്താലും അതിന് മുമ്പ് വന്ന് അൽവാറോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അവസാന സമയത്തൊക്കെയാണ് അവർ ഈ കരോൾസ് സൈൻ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. സോ അവരും ആ സമയങ്ങളിൽ പക്ഷെ അവർക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രൊഫൈൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കാരണം അവർ കളിച്ചിട്ടുള്ള ലീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ കളിച്ചിട്ടുള്ള ക്ലബ്സ് ആണെങ്കിലും ഒക്കെ. പക്ഷേ അത്രയും പ്രൊഫൈൽ ഇദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. പിന്നെ ഇവർ തമ്മിലുള്ളൊരു കോമൺ ഫാക്ടർ ലാസ്റ്റ് സീസൺസിൽ അവർ ഗോൾ സ്കോർ ചെയ്യുന്നില്ല എന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അൽവാറോയുടെ കാര്യം എടുത്താലും ദിമിയുടെ കാര്യം എടുത്താലും അവർക്ക് ആദ്യം ഇവിടെ വന്ന് ഗോൾ അടിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവസാന നിമിഷമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ അവസാന സമയങ്ങളാണ് സൈൻ ചെയ്തതെങ്കിലും അന്ന് ഇത്രയും നേരത്തെ ISL തുടങ്ങുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഒക്ടോബറിലൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തവണ നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ലീഗ് തുടങ്ങാൻ ഏതാണ്ട് 2 ആഴ്ച കഷ്ടേ ഉള്ളെന്ന് പറയും. ഇനി ഇദ്ദേഹത്തിൻ്റെ വിസ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എപ്പം ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും, പ്രീ സീസണെങ്കിലും ഒരു മാച്ച് കിട്ടുമോ, അപ്പം എത്ര മാച്ച് സെറ്റാകാൻ വേണ്ടി എടുക്കുമെന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുമെന്നൊക്കെയുള്ള ഒരു ചോദ്യചിഹ്നം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പം പ്രൊഫൈൽ വൈസ് ഫോർമുലേഴ്സിൻ്റെ ഏത് തരത്തിൽ നമ്മൾ വിശകലനമൊക്കെ ചെയ്താലും അവർ ഇവിടെ വന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് എന്താ പറയുക ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിട്ട് തന്നെ മാറാറുണ്ട്. ഇതിപ്പം നോക്കുമ്പോൾ അതൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഫൈലാണ്, അദ്ദേഹത്തിന് സ്കോർ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈലൊക്കെ ഉണ്ട്. പക്ഷേ കഴിഞ്ഞ സീസൺസിലൊന്നും അത്ര മികവ് വന്നിട്ടില്ല. ഞാനപ്പോൾ പറഞ്ഞ പോലെ അൽവാറോയുടെയും ദിമിയുടെ ആ ഒരു എക്സാമ്പിൾസ് നമുക്ക് അവിടെ നിരത്താം. അപ്പോൾ പ്രധാന പ്രശ്നം ഇവിടെ ഒന്ന് സെറ്റാകാനുള്ള സമയം എടുക്കുമെന്നുള്ളതൊരു നിശ്ചയമായിട്ട് നമുക്ക് പറയേണ്ട കാര്യമാണ്. പിന്നെ ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുന്നൊരു പ്ലെയറാണ്, കഴിഞ്ഞ സീസൺ കളിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. സോ എന്താണ് നിങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു താരത്തെപ്പറ്റി ഉള്ള ഒരു അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയാം. ഞാൻ ഈ പറഞ്ഞ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ മാത്രമാണ് ഡാറ്റാസൊക്കെ പരിശോധിച്ച്, മാച്ചസ് ഒന്നും കണ്ടിട്ടില്ല, അതൊക്കെ പിന്നീട് വീഡിയോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. സോ ദാറ്റ്സ് ഗേസ്. അപ്പം മറ്റൊരു വീഡിയോ കഴിഞ്ഞ് സനിയ.